ശ്രീരാമൻ വെറും സങ്കല്പമാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി എയറിലായിരിക്കുകയാണ്. ഹിന്ദു സംഘടനകൾക്ക് ഇനി ചാകരയാണ്. ശ്രീരാമൻ പുരാണ കഥാപാത്രമാണെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ബി.ജെ.പി രംഗത്ത് വന്നു. ഭഗവാൻ ശ്രീരാമന്റെ അസ്തിത്വത്തെ സംശയിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ രാജ്യം ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ബി.ജെ.പി വക്താവ് ഷഹസാദ് പൂനവാല പറഞ്ഞു. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു രാഹുലിന്റെ പരാമർശം. ശ്രീരാമനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരും പുരാണ കഥാപാത്രങ്ങളാണ്. ശ്രീരാമൻ അത്തരക്കാരനായിരുന്നു. അവിടെ അദ്ദേഹം ക്ഷമിക്കുന്നവനും കരുണയുള്ളവനുമായിരുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതിന്റെ വീഡിയോ വൈറലായതോടെയാണ് ബി.ജെ.പി നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ദേവതകളെ പുരാണ കഥാപാത്രങ്ങളാക്കി പരാമർശിച്ചു എന്നാണ് ബി.ജെ.പി ഉയർത്തുന്ന ആരോപണം. രാഹുലിന്റെ വീഡിയോയുടെ ഒരു ഭാഗം പങ്കുവച്ച ഷഹസാദ് പൂനവാല രാജ്യദ്രോഹിയായ കോൺഗ്രസ് ഇപ്പോൾ രാമദ്രോഹിയുമായി മാറിയെന്ന് കുറ്റപ്പെടുത്തി. പ്രഭു രാമന് പുരാണ കഥാപാത്രമോ കൽപ്പണിക്കാരനോ ആണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. രാഹുൽ ഗാന്ധി ഭഗവാൻ രാമന് സാങ്കല്പികനാണെന്ന് പറയുന്നു. ഇങ്ങനെയാണ് അവർ അഥവാ കോൺഗ്രസുകാർ രാമക്ഷേത്രത്തെ എതിർത്തത്, പ്രഭു രാമന്റെ അസ്തിത്വത്തെ പോലും സംശയിച്ചത്. രാമവിരുദ്ധരും ഹിന്ദുവിരുദ്ധരുമായ ഒരു പാർട്ടിയുടെ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ സൂചനയാണിത്. ഹിന്ദുക്കളെയും ഭഗവാൻ ശ്രീരാമനെയും അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ സ്വത്വമായി മാറിയിരിക്കുന്നു എന്നാണ് പൂനെവാലെ അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസ് ശ്രീരാമനെ ചോദ്യം ചെയ്യുകയും ശ്രീരാമക്ഷേത്രത്തെ എതിർക്കുകയും ഹിന്ദു ഭീകരത പോലുള്ള പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പരാമർശിച്ചു. ഇപ്പോൾ ശ്രീരാമൻ പുരാണാത്മകനാണെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. UPA സർക്കാരിന്റെ കാലത്ത് രാമസേതു തകർക്കാൻ സോണിയാഗാന്ധി ഉപയോഗിച്ച അതേ ഭാഷയാണിത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കോൺഗ്രസ് ഹിന്ദി വിരുദ്ധരും ഇന്ത്യ വിരുദ്ധരുമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും രാജ്യത്തെ ജനങ്ങൾ ഇതിനൊരിക്കലും ക്ഷമിക്കില്ല എന്നും പൂനവാല പറഞ്ഞു. ബി.ജെ.പി വക്താവ് CR കേശവനും രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ 2007 ശ്രീരാമൻ ചരിത്രപരമായ തെളിവില്ലെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. രാമൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു എന്നോ അദ്ദേഹം ഏത് പാലം നിർമ്മിച്ചു എന്നോ പറയുന്ന ചരിത്രമില്ലെന്ന് പറഞ്ഞ് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷിയായ DMK പരിഹസിച്ചു. CR കേശവൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അതേസമയം ബ്രൗൺ പരിപാടിക്കിടെ ഒരു സിഖ് വിദ്യാർത്ഥി രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ വീഡിയോയും വൈറലാകുന്നുണ്ട്. ബി.ജെ.പി തലപ്പാവ് നിരോധിക്കുമെന്ന കോൺഗ്രസ് നേതാവിന്റെ മുൻ വാദത്തിനെതിരെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് എതിർക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. രാഷ്ട്രീയം എങ്ങനെ ഭയരഹിതമായിരിക്കണമെന്ന് നിങ്ങൾ സംസാരിച്ചു. ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ കേവലം കടാസ് ധരിക്കാനും തലപ്പാവ് കെട്ടാനും മാത്രമല്ല ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന് കീഴിൽ മുൻപ് അനുവദിച്ചിട്ടില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥി പറഞ്ഞത്. സിഖ് ശബ്ദങ്ങളെ കോൺഗ്രസ് അവഗണിക്കുകയും സജ്ജൻ കുമാറിനെ പോലെയുള്ള 1984 കലാപത്തിലെ പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും 1980കളിൽ സംഭവിച്ചത് തെറ്റായിരുന്നു എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്.